എങ്ങനെ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമെന്നറിയാതെ ഷുയി ആകെ പകച്ചു നിൽക്കുകയാണ്. ഷിയാൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു. ഇത് ഷിയെ കാണുന്നുണ്ട്. കയ്യിൽ പിടിക്കാനും മാത്രം ബന്ധമൊക്കെ ഇവർക്കിടയിൽ എപ്പോഴാണ് ഉണ്ടായതെന്ന് അവൾ അന്തം വിടുന്നുണ്ട്. ഷിയാൻ ഷുയെയും കൊണ്ട് തിരക്കൊഴിഞ്ഞൊരു ഭാഗത്ത് ചെന്നിരുന്നിട്ട് അവൾക്ക് റിലേഷൻഷിപ്പിൽ എന്താണ് കുഴപ്പമെന്ന് വീണ്ടും അന്വേഷിക്കുന്നു. ഷുയി ഇപ്പോഴും സത്യം തുറന്നു പറയുന്നില്ല. അവനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവളൊരു കള്ളം പറഞ്ഞൊപ്പിക്കുന്നു. ഷിയെ നിന്റെ നീസാണ് എന്ന് എനിക്കറിയാമായിരുന്നില്ല. അവൾ നിന്റെ ഒപ്പം ഇവിടേക്ക് വന്നെന്നറിഞ്ഞപ്പോൾ നിങ്ങൾ റിലേഷനിലായിരിക്കും, നീ എന്നെ ചീറ്റ് ചെയ്യുകയാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഇപ്പോൾ സത്യം അറിഞ്ഞതുകൊണ്ട് പ്രശ്നമെല്ലാം സോൾവ് ആയി എന്നൊക്കെ അവൾ പറഞ്ഞൊപ്പിക്കുന്നു. ഇത്രയ്ക്ക് അസൂയ തോന്നണമെങ്കിൽ നിനക്കെന്നെ ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലോ എന്ന് അവൻ ചോദിച്ചപ്പോൾ പക്ഷേ അവൾ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറിപ്പോകാൻ ശ്രമിക്കുന്നു. അവൻ വിടാതെ അവളെ ബലമായി അടുത്തേക്ക് പിടിച്ചിട്ട് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാമെന്ന് വിചാരിക്കേണ്ട, നിന്റെ എക്സിനെയാണോ എന്നെയാണോ കൂടുതൽ ഇഷ്ടമെന്ന് വീണ്ടും ചോദിക്കുന്നു. നിന്നെ തന്നെയാണ് എന്നവൾ മറുപടി പറഞ്ഞപ്പോൾ അവൻ പിടിയൊക്കെ വിട്ടിട്ട് തൽക്കാലം ഞാൻ വിശ്വസിക്കാം, പക്ഷേ എന്നു മുതലാണ് നീ എന്നെ മാത്രം ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നത് എന്ന് വീണ്ടും ചോദിക്കുന്നു. അവൾ അതിന് എന്തുത്തരം നൽകണമെന്നറിയാതിരിക്കുമ്പോഴാണ് അച്ഛൻ ഫോൺ വിളിച്ചത്. അവൾ തിരികെ എത്താൻ ഇനിയും വൈകുമോ എന്നറിയാനായിരുന്നു അച്ഛൻ വിളിച്ചത്. പക്ഷേ ഷുയി ഇതൊരു ചാൻസായി കണ്ട് വേഗം അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ തുടങ്ങുന്നു. അവൾ പോകാൻ തുടങ്ങിയപ്പോൾ അവൻ കയ്യിൽ പിടിച്ച് നിർത്തിയിട്ട് നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്ര ദൂരം വന്നതെന്ന് മറക്കരുത്, നാളെയെങ്കിലും നീ നിന്റെ ഡ്യൂട്ടി ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. ഷുയി ഈ വെപ്രാളത്തിനിടയിൽ അതൊക്കെ മറന്നു പോയിരുന്നു. അവൾ പോയ ശേഷം അവളെ ആദ്യം കണ്ടപ്പോൾ മുതൽ തങ്ങൾക്കിടയിൽ സംഭവിച്ചതിനെ പറ്റിയൊക്കെ ഷിയാൻ അവിടെ നിന്ന് ഓർക്കുന്നു. എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടെ ആയിരിക്കുമോ അവൾ തന്നെ സമീപിച്ചത് എന്ന സംശയം അവനിപ്പോഴും ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, അവളത് തുറന്നു പറയാൻ തയ്യാറായാൽ ക്ഷമിക്കാൻ തയ്യാറാണെന്നും അവൻ ചിന്തിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാത്രി ഷുയിയെ പ്രപ്പോസ് ചെയ്യാനായി അവൻ ഒരു റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്നുകൂടി കൺഫേം ആക്കിയിട്ടാണ് അവൻ പോയത്. വീട്ടിലേക്ക് എത്തിയ ഷുയി അമ്മ എന്തൊക്കെയോ ചോദിച്ചിട്ട് മറുപടി നൽകാതെ റൂമിൽ കയറി വാതിലടച്ചിട്ട് ആകെ വിഷമിച്ചിരിക്കുന്നു. ഷിയാൻ അവൻ്റെ റൂമിന് മുന്നിലെത്തിയപ്പോൾ ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. തൻ്റെ നീസ് കാണിച്ച തെറ്റിന് അദ്ദേഹം സോറി പറയുന്നു. അക്കൂട്ടത്തിലാണ് നീസിൻ്റെ അങ്കിൾ ഷിയാനാണെന്ന് കരുതിയാണ് ഷുയിയുടെ എക്സ് അവളെ ഉപേക്ഷിച്ചതെന്ന് ഷിയാൻ അറിയുന്നത്. അതിന് പ്രതികാരം ചെയ്യാൻ തന്നെയായിരിക്കും ഷുയി തന്നെ സമീപിച്ചത് എന്ന് ഊഹിക്കുന്നു. തന്നെ ഇഷ്ടപ്പെട്ടില്ല, മറിച്ച് എക്സിനോട് പ്രതികാരം ചെയ്യുകയാണ് ഷുയിയുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കിയതോടെ അവനാകെ കലിപ്പാകുന്നു. ഷുയി ഈ സമയം ഷിയാനോട് എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് കരുതി അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് അവിടെയുള്ളൊരു അക്വരത്തിന് മുന്നിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഷിയാന് മെസ്സേജ് അയക്കുന്നു. അവനുമായി ശരിക്കും പ്രണയത്തിലായി കഴിഞ്ഞു. ഇനി അവനോടൊന്നും ഒളിപ്പിച്ചാൽ ശരിയാകില്ല, എല്ലാം തുറന്നു പറയാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ റുവോയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഷിയാൻ തൻ്റെ സംശയം ശരിയാണെന്നറിയാൻ വേണ്ടി ഷിയയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നു. ഷുയി മുമ്പ് ആരെയെ സെറ്റാക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ്. ശ്രമിച്ചാൽ അങ്കിളിന് ഷുയെ സെറ്റാക്കാം എന്നൊക്കെ ഷിയ അവനോട് പറയുന്നു. ഷുയോട്ട് സീരിയസ് ആയിട്ടല്ല തന്നെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് ആകെ വിഷമിച്ചാണ് ഷിയാൻ തിരികെ പോയത്. അടുത്ത ദിവസത്തെ പ്രപ്പോസലിന് വേണ്ടി ബുക്ക് ചെയ്ത റൂം അവൻ ക്യാൻസൽ ചെയ്യുന്നു. അന്ന് രാത്രി ഷിയയ്ക്ക് വയറുവേദന അനുഭവപ്പെട്ടതിനാൽ അവൻ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഷിയയ്ക്ക് ഡ്രിപ്പ് നൽകുന്നുണ്ട്. ഷിയാൻ അതിനടുത്തായി തന്നെ ഇരുന്ന് മയങ്ങുന്നു. ഷിയെ ഷുയുമായി കണക്ട് ചെയ്ത് അവനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടെങ്കിലും മിണ്ടാതിരുന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് അവൻ വഴക്ക് പറയുന്നു. ഷിയെ കയ്യിൽ സൂചി കുത്തിയിരിക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്ത് യുവിന് അയച്ചു കൊടുത്തിട്ട് ഹോസ്പിറ്റലിലാണ് എന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെയാണ് അവൻ മെസ്സേജ് കണ്ടത്. അപ്പോൾ തന്നെ അവൻ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുന്നു. ഷിയെ ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയിരുന്നു. രാവിലെ ഉണർന്നപ്പോൾ അവൾ ആദ്യം ഫോൺ എടുത്ത് നോക്കുന്നു. അവൻ റിപ്ലൈ ഇട്ടിട്ടില്ല എന്ന് കണ്ട് നിരാശയായിരിക്കുമ്പോഴാണ് ഷിയാൻ ഉണർന്നത്. ട്രിപ്പ് തീർന്നാലുടൻ ഹോട്ടലിലേക്ക് പോകാം, എന്നിട്ട് തിരികെ വീട്ടിലേക്കും പോകാം, നിനക്ക് സുഖമില്ലാതിരിക്കുകയല്ലേ എന്നവൻ പറയുന്നു. ഇവിടെ വരെ വന്നിട്ട് യുവിനെ ഒന്ന് കാണാൻ പോലും പറ്റാതെ തിരികെ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് വിഷമമാകുന്നു. തിരികെ ചെന്നാൽ ജോലിക്ക് പോകേണ്ടി വരും, അതുകൊണ്ട് ഒന്ന് കറങ്ങിയടിച്ച് എൻജോയ് ചെയ്തിട്ടൊക്കെ പോയാൽ പോരെ എന്നവൾ ചോദിച്ചു നോക്കുന്നുണ്ട്. ഇനി ജോലിക്ക് പോകണ്ട എന്നാണ് അവൻ മറുപടി നൽകിയത്. ജോലി ഇപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ്, തുടരാൻ തന്നെയാണ് ആഗ്രഹം എന്നൊക്കെ ഷിയെ പെട്ടെന്ന് പറയുന്നു. എങ്കിൽ പിന്നെ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത ശേഷം പോയിക്കോളാൻ അവൻ സമ്മതിക്കുന്നു. അവർ ഹോസ്പിറ്റലിൽ നിന്ന് പോയ ശേഷമാണ് യു അവിടെ എത്തിയത്. ഡിസ്ചാർജ് ആയി എന്നറിഞ്ഞപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് അവൻ മെസ്സേജ് അയക്കുന്നു. ഹോസ്പിറ്റലിൽ വന്നു എന്ന കാര്യം അവൻ പറയുന്നില്ല. അക്വരത്തിൽ പോകാമെന്ന് മെസ്സേജ് അയച്ചിട്ട് ഷിയാൻ റിപ്ലൈ നൽകാത്തതിനാൽ ഷുയി രാവിലെ മുതൽ മൂഡ് ഓഫ് ആയിരുന്നു. പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ അവൾ റെഡിയായി അവിടെ എത്തുന്നു. പക്ഷേ 10 മണിയായിട്ടും ഷിയാൻ എത്തുന്നില്ല. സത്യത്തിൽ അവിടെ കുറച്ച് അപ്പുറത്തായി അവൻ കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഷുയി നിൽക്കുന്നത് അവൻ അവിടെ ഇരുന്ന് കാണാം. ഹോട്ടലിലേക്ക് പോയ അവൻ വണ്ടി അങ്ങോട്ടേക്ക് തിരിച്ചു പിടിച്ചതാണ്. പക്ഷെ പുറത്തിറങ്ങി അവളുടെ അടുത്തേക്ക് ചെല്ലാൻ അവന് മനസ്സ് വരുന്നില്ല. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും അവനെ കാണാത്തത് കൊണ്ട് ഷുയി അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. കുറേ ബെല്ലടിച്ച ശേഷമാണ് അവൻ അറ്റൻഡ് ചെയ്തത്. നീ വരുന്നില്ലേ എന്നവൾ ചോദിച്ചപ്പോൾ എന്തിനാണ്, നിൻ്റെ ഒപ്പം ആക്ട് ചെയ്യാനാണോ എന്നവൻ തിരിച്ചു ചോദിക്കുന്നു. അവനെല്ലാം മനസ്സിലായി എന്ന് ഷുയിക്ക് മനസ്സിലാകുന്നു. ആകെ തകർന്ന് കരഞ്ഞുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് പോയത്. വീട്ടിലെത്തിയിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ ആകെ വിഷമിച്ച് അവൾ ചുരുണ്ടുകൂടിയിരിക്കുന്നു. അമ്മ വന്ന് നിർബന്ധിച്ചപ്പോൾ കഴിക്കാൻ ചെല്ലുന്നതെങ്കിലും കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റ് പോകുന്നു. എന്തോ കുഴപ്പമുണ്ട് എന്ന് അമ്മയ്ക്ക് ആദ്യം തന്നെ തോന്നിയിരുന്നു. അടുത്ത ദിവസവും ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ അമ്മ അവളുടെ അടുത്ത് എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കുന്നു. ജോലിയിലെ പ്രോബ്ലംസ് ആണെങ്കിൽ കളഞ്ഞിട്ടെങ്കിൽ പോരെ, നമുക്കിവിടെ എന്തെങ്കിലും നോക്കാം. അതല്ല റിലേഷൻഷിപ്പിലെ കുഴപ്പമാണെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല, നീ ചെറുപ്പമാണ്, നിനക്ക് പറ്റിയ ആളിനെ കണ്ടെത്താൻ ഇനിയും സമയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അമ്മ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇയാങ് തിരക്കി പിടിച്ച് അവളുടെ വീട്ടിലെത്തിയത്. കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ തിരക്കി പിടിച്ചൊക്കെ വന്നിരിക്കുന്നത് കാരണം അവൻ ഷുയുടെ ബോയ് ഫ്രണ്ടാണ് എന്ന് അമ്മ തെറ്റിദ്ധരിക്കുന്നു.
അവർ തമ്മിൽ പിണങ്ങിയത് കാരണമാണ് ഷുയി മൂഡ് ഓഫ് ആയിരിക്കുന്നതെന്ന് കരുതി അവൻ ഇങ്ങോട്ട് എന്തെങ്കിലും പറയാൻ ചാൻസ് നൽകാതെ അവളുടെ പിണക്കം തീർക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഉപദേശിച്ചു കൊടുത്തിട്ട് അമ്മ അവനകത്തേക്ക് ക്ഷണിക്കുന്നു. അവനെ അവിടെ കണ്ട് ഷുയി ആകെ ഞെട്ടുന്നു. അമ്മ പുറത്തൊരു പ്രോഗ്രാം ഇട്ടിരുന്നതിനാൽ അപ്പോൾ തന്നെ പോകുന്നു. അച്ഛനും രാവിലെ തന്നെ എവിടെ പോയിരിക്കുകയാണ്. ഷുയി അവൻ്റെ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇവിടെ കാണാൻ അധികം സ്ഥലങ്ങളൊന്നുമില്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് ചുറ്റടിച്ചിട്ട് നാളെ വെളുപ്പിന് ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട്, അതിന് തന്നെ സ്ഥലം വിട്ടോ. ഞാൻ എന്തായാലും നിന്നെ ചുറ്റി കാണിക്കാനൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കാൻ നോക്കുന്നു. അവൻ പക്ഷേ അവളോട് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവൻ തന്നെ കിച്ചണിൽ കയറി കുറച്ച് ഫുഡുണ്ടാക്കി അവൾക്കും കൂടി കൊടുക്കുന്നു. നീയാണോ ഞാനാണോ ഗസ്റ്റ് എന്ന മട്ടിൽ ഷുയി അന്തം വിട്ടിരിക്കുകയാണ്. എന്തായാലും അവളത് ട്രൈ ചെയ്യുന്നു. കൂട്ടത്തിലാണ് നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവൾ ചോദിച്ചത്. ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്നെ കാണാനാണ് എന്ന് നിനക്ക് അറിയാമായിരിക്കുമല്ലോ. വെറുതെ 1000 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ ന്യൂ ഇയറിന് ഇങ്ങോട്ട് വരണമെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും കാരണം കാണുമോ എന്നവൻ ചോദിക്കുന്നു. ഷിയാനും ഇതേ കാരണത്താലാണല്ലോ ഇങ്ങോട്ട് വന്നത് എന്നോർത്തപ്പോൾ അവൾക്ക് വിഷമം വരുന്നു. എന്തായാലും ഇയാങ്ങിന് ഒരു ചാൻസും ഇല്ല എന്നവൾ തുറന്നു പറയുന്നു. ഷിയാനുമായി ബ്രേക്കപ്പ് ആയിട്ടും ചാൻസ് ഇല്ല എന്നവൻ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടൊന്നുമില്ല, ചെറിയ ചില പ്രശ്നങ്ങളാണ്, അതൊക്കെ സോൾവ് ആയിക്കോളും എന്ന് ഷുയി പറയുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അവൾ പഠിച്ച സ്കൂളിലേക്ക് അവർ പോകുന്നുണ്ട്. പക്ഷേ ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നതിനാൽ തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് സൈക്കിൾ റെന്റിനെടുത്ത് റേസ് നടത്താമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവർ സൈക്കിളിലാണ് പോയത്. തിരികെ അവളുടെ വീടിനടുത്തെത്തിയപ്പോൾ ഇങ്ങനെ തനിക്കൊപ്പം സമയം ചെലവഴിച്ചതിന് ഷുയി അവന് താങ്ക്സ് പറയുന്നു. അവളുടെ പുറകെ നടക്കാനുള്ള ചാൻസെങ്കിലും നൽകണമെന്ന് ഇയാങ് പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ഷിയാൻ അല്ലാതെ മറ്റാർക്കും എൻ്റെ മനസ്സിൽ സ്ഥാനമില്ല എന്നവൾ തീർത്തു പറയുന്നു. ഷിയാൻ ഈ സമയം ഗുവാഞ്ചിയും യുവിനും ഒപ്പം കുതിര ഫാമിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ 3 പേർക്കും ബോറടിക്കുന്നു. നല്ലൊരു ന്യൂ ഇയർ ആയിട്ട് 3 പേരും ബാച്ചിലേഴ്സ് ആയിരിക്കുകയാണ്. യു ഇടയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് ഷിയയ്ക്ക് മെസ്സേജ് അയക്കുന്നു. പക്ഷെ അവൾ ഇതുവരെ അവന് റിപ്ലൈ ഇട്ടിട്ടില്ല. റുവോ ഹോസ്പിറ്റലിലാണ് എന്ന് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ട് ഗുവാഞ്ചി അപ്പോൾ തന്നെ യാത്ര പറഞ്ഞു പോകുന്നു. റുവോയുടെ അപ്പാർട്ട്മെന്റിന് മുന്നിലെത്തിയ ശേഷം ഏത് ഹോസ്പിറ്റലിലാണ് എന്ന് ചോദിച്ച് അവൻ മെസ്സേജ് അയക്കുന്നു. ഈ സമയത്താണ് റുവോ ഒരു ആണിനൊപ്പം പുറത്തേക്ക് വന്ന് കാറിൽ കയറി പോയത്. ഗുവാഞ്ചി അവരെ ഫോളോ ചെയ്യുന്നു. ഒരു വെഡ്ഡിംഗ് കമ്പനിയിലേക്കായിരുന്നു റുവോ പോയത്. അത് കാരണം അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് കൂടെയുള്ളത്. അവർ മാരീഡ് ആകാൻ പോവുകയാണ് എന്നൊക്കെ ഗുവാഞ്ചി തെറ്റിദ്ധരിക്കുന്നു. അവൻ അങ്ങോട്ടേക്ക് ചെന്ന് റുവോയെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി തനിച്ച് നിർത്തി സംസാരിക്കുന്നു. മുമ്പ് അവൾ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം ഒഴിഞ്ഞു മാറിയതിന് അവൻ സോറി പറയുന്നു. ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആകുന്നത് നേരിട്ട് കണ്ടത് മുതൽ വിവാഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണ്. അച്ഛൻ അത്ര നല്ലവനായിട്ടും കരിയറാണ് വലുത് എന്ന് തീരുമാനിച്ച അമ്മ ഡിവോഴ്സ് ആവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മാരേജ് ലൈഫ് എത്രത്തോളം സക്സസ് ആകുമെന്ന കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പുമില്ല. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും നിന്നെ മറക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെക്കൊണ്ട് പറ്റാകുന്നത് പോലെയൊക്കെ ട്രൈ ചെയ്യാൻ ഞാൻ തയ്യാറാണ്, വിവാഹത്തിന് തയ്യാറാണെന്നൊക്കെ ഗുവാഞ്ചി അവളോട് പറയുന്നു. അവൻ്റെ ആത്മാർത്ഥത റുവോയ്ക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. വിവാഹത്തിന് ഞാനും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നവൾ പറഞ്ഞപ്പോൾ ആദ്യം ഗുവാഞ്ചി ഒന്ന് പേടിച്ചതാണ്. അപ്പോഴാണ് ആദ്യം നമുക്ക് ഡേറ്റ് ചെയ്യാം, എല്ലാം നന്നായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വിവാഹം കഴിക്കാം എന്നവൾ പറഞ്ഞത്. റിലേഷൻഷിപ്പിന് തയ്യാറാണെന്ന് അറിഞ്ഞതോടെ ഗുവാഞ്ചി സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിക്കുന്നു. ഷുയി ന്യൂ ഇയർ ലീവ് കഴിഞ്ഞ് ഓഫീസിൽ തിരികെ എത്തിയിരിക്കുകയാണ്. ഷിയാന്റെ പ്രശ്നം വല്ലാതെ ബാധിച്ചിട്ടുണ്ടെങ്കിലും ജോലിയെ അത് ബാധിക്കരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ട്. വൈകിട്ട് സ്വന്തം റൂമിൽ തനിച്ചിരിക്കാൻ വയ്യാത്തത് കൊണ്ട് റുവോയെ വിളിച്ച് ഇന്ന് വൈകിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നോട്ടെ എന്ന് അവൾ ചോദിക്കുന്നു. റുവോ സമ്മതിക്കുന്നുണ്ട്. ഗുവാഞ്ചി ഇപ്പോൾ റുവോയ്ക്കൊപ്പം തന്നെയാണ് താമസവും. ഷുയി വൈകിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് ഇന്ന് കിടക്കാൻ വരേണ്ടെന്ന് അവൾ അവനെ വിളിച്ച് പറയുന്നു. മനസ്സിലോടെയാണ് അവനെ സമ്മതിച്ചത്. അതിനുശേഷം റുവോ റൂമിലെത്തി ഗുവാഞ്ചിയുടെ സാധനങ്ങളെല്ലാം എടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. വൈകിട്ട് ഷുയി അവിടെ എത്തിയ ശേഷം ഷിയാനുമായി പിണങ്ങിയതിനെ പറ്റിയൊക്കെ പറഞ്ഞ് കുറെ കരയുകയും വിഷമിക്കുകയൊക്കെ ചെയ്യുന്നു. റുവോ പറ്റാവുന്ന പോലെയൊക്കെ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ഷുയി ഉണർന്ന് ബാത്റൂമിനടുത്തേക്ക് ചെന്നപ്പോൾ റുവോ അകത്തുനിന്ന് ഫോണിൽ ആരോടോ കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. അപ്പോഴേ ഷുയിക്ക് എന്തോ സംശയം തോന്നുന്നു. ബാത്റൂമിനുള്ളിൽ ജെൻസിന്റെ കുറച്ച് ഐറ്റംസ് ഇരിക്കുന്നതും അവൾ കാണാനിടയാകുന്നു. അതോടെ റുവോ റിലേഷൻഷിപ്പിലാണെന്നും താൻ കാരണം അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരികയാണെന്നും ഷുയിക്ക് മനസ്സിലാകുന്നു. ഓഫീസിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടുത്തെ ബെഡ് എനിക്ക് ശരിയാകുന്നില്ല, അതുകൊണ്ട് വൈകിട്ട് എൻ്റെ റൂമിലേക്ക് തന്നെ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഷുയി പോയത്. അവൾക്ക് എന്തെങ്കിലും ഡൗട്ട് അടിച്ച് കാണുമോ എന്ന് റോയ്ക്ക് സംശയമാകുന്നുണ്ട്. ഷുയി ഓഫീസർ റൂമായി ഇങ്ങനെ ആകെ മൂഡ് ഓഫ് ആയി ദിവസങ്ങൾ തള്ളി നീക്കുന്നു. ഷിയാനും നല്ല വിഷമത്തിലാണ്. ആയിടയ്ക്കാണ് ഷുയി കുറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരുന്ന ലിറ്റിൽ മാഗസിൻ മുന്നോട്ട് കൊണ്ടുപോകാൻ മെയിൻ ഡയറക്ടർ പെർമിഷൻ നൽകിയതായി ചീഫ് അവളെ അറിയിച്ചത്. ഇയങ്ങിന്റെ മുമ്പത്തെ ഇന്റർവ്യൂ വളരെ പോപ്പുലർ ആയതിനാൽ റീഡേഴ്സിന്റെ ആവശ്യപ്രകാരം ഒരു അഡീഷണൽ ഇന്റർവ്യൂ കൂടി ഷുയിക്ക് ചെയ്യേണ്ടി വരുന്നു. ഇയങ് സന്തോഷത്തോടെയാണ് അവളെ സ്വീകരിച്ചത്. വിദേശത്തേക്ക് മടങ്ങിപ്പോകാതെ ചൈനയിൽ തന്നെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനാണ് അവൻ ഇപ്പോൾ തീരുമാനിക്കുന്നത്. അതിന് പിന്നിലെ ഒരു റീസൺ അവൾ തന്നെയാണ് എന്ന സൂചനയും അവൻ ഇന്റർവ്യൂവിനിടയിൽ നൽകുന്നുണ്ട്. ഷുയി പക്ഷേ അത് കേട്ടില്ലെന്ന് നടിക്കുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ അടുത്ത ഇന്റർവ്യൂവിനുള്ള ടോപ്പിക്കായി വിദേശത്ത് നിന്ന് മടങ്ങി വന്ന് ഇവിടെ സക്സസ്ഫുള്ളായി ബിസിനസ് ചെയ്യുന്ന കുറച്ചുപേരെ പരിചയപ്പെടുത്തരാം എന്നവൻ പറയുന്നു. ഷുയിക്ക് മുമ്പ് തന്നെ ആ വിഷയത്തിൽ താല്പര്യം ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ അവൾ സമ്മതിക്കുന്നു. അവൾ ഇയങ്ങിന്റെ പുതിയ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്യുന്നത് ഷിയാൻ കാണുന്നുണ്ട്. തങ്ങളുടെ റിലേഷൻ ഇങ്ങനെ ആയതിൽ വിഷമം തനിക്ക് മാത്രമാണ്. ഷുയി അതൊന്നും ഒട്ടും കെയർ ചെയ്തതേയില്ല എന്ന് ചിന്തിച്ച് അവന്റെ വിഷമം ഒന്നുകൂടി കൂടുന്നു. അത് ഷുയിയോടുള്ള ദേഷ്യമായി മാറുന്നുണ്ട്. അവൾ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന കാർ അവനിപ്പോൾ ഉപയോഗിക്കേണ്ട എന്ന് വരെ തീരുമാനിക്കുന്നു. ഷിയെ സുഖമില്ലാതായതിനു ശേഷം ഓഫീസിലും ക്ലാസ്സിനും ഒന്നും പോകുന്നില്ലല്ലോ. ആബ്സെന്റ് ആയ ദിവസത്തെ നോട്ട്സ് വാങ്ങുന്നതിന് വേണ്ടി അവൾ കോളേജിലെത്തിയ ദിവസം യു അവളെ കണ്ട് അടുത്തേക്ക് ചെല്ലുന്നു. ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞിട്ടും അവൻ വരികയോ വിളിക്കുകയോ ഒന്നും ചെയ്യാതിരുന്നുകൊണ്ട്
ഷിയ അവനെ കണ്ടപ്പോൾ ഒഴിഞ്ഞു മാറിപ്പോകാൻ തുടങ്ങിയതാണ്. യു അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിച്ചിട്ട് ഫ്രീ ആണെങ്കിൽ ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് പറയുന്നു. ഷിയ സമ്മതിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ ചെന്നെങ്കിലും അവൾ പതിവ് പോലെ സംസാരമൊന്നുമില്ലാതെ ഗൗരവത്തിലാണ്. അത് കാരണം യു അങ്ങോട്ടേക്ക് വരുന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നു. നോട്ട്സ് വാങ്ങാൻ വന്നതാണെന്ന് അറിഞ്ഞപ്പോൾ നോട്ട്സ് ഞാൻ തരുമായിരുന്നല്ലോ, സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ക്ലാസ്സിന് ഇപ്പോൾ വരാത്തത് എന്താണ്? കണ്ടിന്യൂ ചെയ്യുന്നത് ജോലിക്ക് ഉപകാരപ്പെടും എന്നിങ്ങനെ അവൻ പലതും പറയുന്നു. അവനിങ്ങനെ അങ്ങോട്ട് താല്പര്യം കാണിച്ച് സംസാരിക്കുന്നത് ഷിയെ അത്ഭുതപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചു കാലം ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കാമെന്ന് അവൾ ചിന്തിക്കുന്നു. എൻ്റെ വീട്ടുകാർ വളരെ സ്ട്രിക്റ്റ് ആണ്. ഹെൽത്ത് ഇഷ്യൂ കാരണം ഇനി കുറച്ചു കാലത്തേക്ക് ജോലിക്ക് പോകേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ്സിനും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് അവൾ അറിയിക്കുന്നു. യുവിന് താല്പര്യം കാണിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അവൾ വീട്ടിലേക്ക് എത്തിയത്. ഷിയാൻ ഈ സമയം അവിടെ ഇരിപ്പുണ്ട്. അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ ഒന്ന് സമാധാനിപ്പിച്ചേക്കാമെന്ന് കരുതി ഷിയ അടുത്തേക്ക് ചെന്ന് കുറച്ച് ഇൻസ്പിറേഷൻ വാക്കൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് അവൾക്ക് തന്നെ പണിയാകുന്നു. നാളെ തന്നെ ജോലി റിസൈൻ ചെയ്തേക്കാൻ അവൻ പറയുന്നു. പെട്ടെന്ന് ജോലി റിസൈൻ ചെയ്താൽ യുവിന് ഇപ്പോൾ തോന്നി തുടങ്ങിയ താല്പര്യം ഇല്ലാതായാലോ എന്ന് പേടിച്ച് തൽക്കാലം റിസൈൻ ചെയ്യാതെ ലോങ് ലീവ് എടുക്കാം എന്ന് ഷിയെ തീരുമാനിക്കുന്നു. അതിനെ അടുത്ത ദിവസം ഓഫീസിലേക്ക് എത്തിയപ്പോൾ അവൾ ഷുയിയെ കണ്ട് വിവരം പറയുന്നു. ഷിയാൻ കാരണമാണ് അവൾക്കിപ്പോൾ ഇങ്ങനെ ലീവ് എടുക്കേണ്ടി വന്നത് എന്നറിഞ്ഞ ഷുയി അപ്പോൾ തന്നെ അവനെ കാണാനേ ഓഫീസിലേക്ക് ചെല്ലുന്നു. പക്ഷെ അവളെ മീറ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. കുറേ സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അസിസ്റ്റന്റ് ഷെൻ അവളുടെ അടുത്തെത്തി തിരികെ പോകാൻ പറയുന്നു. ഷിയാനെ ഒന്ന് കണ്ടാൽ മതി എന്ന് ഷുയി പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ഇനി അവളെ കാണണ്ട, മാത്രമല്ല അവളുടെ കമ്പനിയുമായിട്ടുള്ള കോപ്പറേഷൻ അവസാനിപ്പിക്കുകയാണെന്നും ഷിയാൻ പറഞ്ഞതായി ഷെൻ അറിയിക്കുന്നു. ആകെ ടെൻഷനായ ഷുയി അപ്പോൾ തന്നെ സോറി പറഞ്ഞുകൊണ്ട് ഷിയാന് മെസ്സേജ് അയക്കുന്നു. കള്ളം പറഞ്ഞ് അടുത്ത് കൂടിയതിന് സോറി. പലതവണ ഞാൻ എല്ലാം തുറന്നു പറയാൻ തുടങ്ങിയതാണ്. പറഞ്ഞു കഴിയുമ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ ആകുമോ എന്ന് പേടിച്ചു തന്നെയാണ് ഒന്നും പറയാതിരുന്നൊക്കെ എന്നവൾ മെസ്സേജ് അയക്കുന്നു. അതുകൊണ്ട് ഷിയാൻ ഒന്ന് സോഫ്റ്റ് ആയതാണ്. അപ്പോഴാണ് എന്നോടുള്ള ദേഷ്യം കാരണം കമ്പനിയുമായുള്ള കോപ്പറേഷൻ അവസാനിപ്പിക്കരുതെന്ന് അവൾ മെസ്സേജ് അയച്ചത്. ഈ അവസരത്തിലും അവൾ ജോലിയെപ്പറ്റി പറയുന്നത് അവനെ ദേഷ്യം പിടിപ്പിക്കുന്നു. അവൻ അവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നു. ഞാൻ ആത്മാർത്ഥമായി തന്നെയാണ് നിന്നെ ഇഷ്ടപ്പെട്ടത് എന്നവൾ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും നമ്പർ ബ്ലോക്ക് ആയിരുന്നു. അറിയാതെ അവൾ കരഞ്ഞു പോകുന്നു. അങ്ങനെ ആകെ വിഷമിച്ച് അവൾ തിരികെ പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.